കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ അവസാന തീരുമാനവും അറിയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ MP എന്ന നിലയിൽ പ്രിയങ്ക രാഹുലിന് പച്ചക്കൊടി വീശുക കൂടി ചെയ്തതോടെ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പും വ്യക്തതയും വന്നിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MPമാർക്ക് മത്സരിക്കാൻ സീറ്റു നൽകില്ല. അങ്ങനെ ഏതെങ്കിലും MPമാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഹൈക്കമാൻഡ്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. ഇത്തവണ കോൺഗ്രസിന് അധികാരം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചില ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ MPമാരായ KPCC അധ്യക്ഷൻ സുധാകരനോ അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനോ മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയാണെങ്കിൽ മാത്രം അവർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടും. അത് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും നടപ്പിലാക്കുക. MPമാർക്ക് ആദ്യം തന്നെ സീറ്റ് നൽകി തെരഞ്ഞെടുപ്പിനെ നേരിടില്ലെന്ന വ്യക്തമായ സൂചന രാഹുൽ ഗാന്ധി നൽകിക്കഴിഞ്ഞു. കാരണം കേരളത്തിലെ MPമാരായിട്ടുള്ളവർ എല്ലാം തന്നെ പ്രമുഖരിൽ പ്രമുഖരാണ്. വിശ്വപൗരപട്ടം കിട്ടിയ തരൂരടക്കം അതിൽപ്പെടും. ഇത്തരത്തിലുള്ള ഉന്നത നേതാക്കൾ മത്സരിച്ചു ജയിച്ചാൽ എല്ലാവരും മന്ത്രിമാരാവാൻ യോഗ്യതയുള്ളവരാണ്. അതുകൊണ്ട് തൽക്കാലം അങ്ങനെയുള്ള ആഗ്രഹമൊന്നും വേണ്ട, MP ആയി ഇരുന്നാൽ മതി എന്നാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. അതുമാത്രമല്ല, വലിയ ഉത്തരവാദിത്തമാണ് അവർക്ക് നൽകാൻ പോകുന്നത്. അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയവരാണ് UDF സ്ഥാനാർത്ഥികൾ. അവർ നേടിയ വോട്ടുകൾ നോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 3/2 ഭൂരിപക്ഷം നേടേണ്ടതാണ്. ആകെയുള്ള 140 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എടുത്തു പരിശോധിച്ചാൽ 111ഓളം സീറ്റുകളിലും UDFനായിരുന്നു മുൻതൂക്കം. അതുപ്രകാരം ഇപ്പറഞ്ഞ മണ്ഡലങ്ങളിൽ മേധാവിത്വം നിലനിർത്തുന്നതിനുള്ള ചുമതലയാണ് MPമാർക്ക് നൽകാൻ പോകുന്നത്. അതിലവർ വിജയിക്കുമോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ വിജയിക്കാതെ വന്നാൽ അതിനുള്ള പണിയും അവർക്ക് പുറകെ വരും. ആ കാര്യം കൂടി സുധാകരൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അങ്ങ് കാസർഗോഡ് ഉണ്ണിത്താൻ മുതൽ തിരുവനന്തപുരത്ത് ശശി തരൂർ അടക്കമുള്ള നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാഹുലിന്റെ ഈ കടുത്ത തീരുമാനം. എന്തായാലും ശക്തരും പ്രബലരുമായ ഈ MPമാരെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. അതല്ലാതെ തൽക്കാലം MP സ്ഥാനം വേണ്ടെന്നും MLAക്ക് സീറ്റ് വേണമെന്നും അതുവഴി മന്ത്രിയാകണമെന്നും ഒക്കെ മോഹമുണ്ടെങ്കിൽ അതൊന്നും തൽക്കാലം വേണ്ട എന്ന സൂചനയാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്.